ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് യു ജി കേബിളുകൾ. അതായത് നമ്മൾ പുറത്ത് വയറിങ് ചെയ്യുന്ന സമയത്ത് മണ്ണിലൂടെ ഇടുന്ന വയർ യു ജി കേബിൾ അണ്ടർഗ്രൗണ്ട് വയറാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന കോറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് വരുന്ന കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കംപ്ലയിൻറ്റ്സ് വരില്ല എന്നുള്ള രീതിയിലാണ് ഇത് കണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാൻ സാധിക്കും. അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് എന്ത് സംഭവിക്കുമെന്നാണ് നോക്കുന്നത്. ഇത് യു ജി കേബിളാണ് വരുന്നത്. വർഷങ്ങളായിട്ട് കിടക്കുന്ന കേബിളാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ഇതിൻ്റെ യു ജി കേബിളിൽ അകത്ത് വന്നിരിക്കുന്ന അലൂമിനിയത്തിൻ്റെ കോറാണ്. അതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ആ കോട്ടിംഗ് ഉണ്ട്, അതായത് അതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്ന ജി എയുടെ ചെറിയ ചെറിയ കമ്പികളാണ്. ഈ കമ്പികൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പ് പിടിച്ച് പതുക്കെ ഓരോന്നും പുറത്തേക്ക് പോകുന്ന അവസ്ഥ കണ്ടു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോന്നും പുറത്തേക്ക് ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്ന അവസ്ഥ. അത് കൂടാതെ തന്നെ പതുക്കെ അത് അലൂമിനിയം കോറിലേക്ക് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചതിന് ശേഷം അലൂമിനിയത്തിൻ്റെ വയർ കട്ടായിപ്പോയി. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ വയർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടായി പോയൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യു ജി കേബിൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്തിൻ്റെയോ കൊത്ത് കിട്ടിയതാണ്. അതായത് നമ്മൾ വീടുകളിൽ നമ്മൾ യു ജി കേബിൾ ഒരു സൈഡിലൂടെ മണ്ണിലൂടെ ഇട്ടുന്ന സമയത്ത് എന്തിൻ്റെയെങ്കിലും ചെടികൾ കളയ്ക്കുന്ന സമയത്തോ അല്ലാത്ത എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ കൃഷിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ ഈ കേബിളിൽ കൊത്ത് കിട്ടിയാണ്. ഈ കൊത്ത് കിട്ടിയ സ്ഥലത്ത് കൂടെ വെള്ളം അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അതിലൂടെ ഇറങ്ങി ഈ കേബിൾ മൊത്തം വെള്ളം പോയി സ്പ്രെഡ് ആവും. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ അത് ജി എയുടെ മെറ്റീരിയലാണ് പുറത്ത് അതിൻ്റെ പ്രൊട്ടക്ഷൻ കവറിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തുരുമ്പ് പിടിച്ച് പോയി പതുക്കെ അത് നമ്മുടെ കോറിൻ്റെ അകത്തേക്ക്, അലൂമിനിയം കോറിൻ്റെ അകത്തേക്ക് പതുക്കെ കൺവെർട്ടായിട്ട് ആ കേബിളുകൾ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ജി കേബിളുകളാണ് എന്ന് കരുതി നമ്മൾ അതിന്മേൽ എന്തെങ്കിലും കൊത്തോ കാര്യങ്ങളോ കിട്ടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പറ്റുമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ കവറിങ് കൂടി ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ യു ജി കേബിൾ പോകുന്ന ഏരിയകളിൽ എന്തെങ്കിലും മാർക്കിങ്, അതായത് ആ ഏരിയകളിൽ കൊത്ത് കിട്ടാത്ത രീതിയിൽ ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി, ഭിത്തിയുടെ സൈഡിലേക്ക് അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിലേക്ക് മാറ്റി വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, യു ജി കേബിളുകൾ നമ്മൾ യൂസ് ചെയ്യും. അലൂമിനിയം കേബിളുകൾ റേറ്റ് കുറവാണ്, പക്ഷേ കോപ്പർ കേബിളുകൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. അലൂമിനിയം കേബിളുകൾ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ സർവീസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 10-15 വർഷം കഴിയുന്ന സമയത്ത് അത് ദ്രവിച്ച് ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അലൂമിനിയം കേബിളുകൾ. അപ്പോൾ അതിനെ കുറച്ചുകൂടി നമുക്ക് നല്ലത് കോപ്പർ കേബിളുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം, അതായത് നമ്മുടെ ഒരു ആയുസ് ഉണ്ടെങ്കിൽ ആയുസ് മൊത്തം കിട്ടുന്ന രീതിയിൽ തന്നെ, നമുക്ക് എന്തായാലും പൈസ മുടക്കുന്ന സമയത്ത് ഒരു ആയുസ് മൊത്തം കിട്ടുന്ന രീതിയിൽ തന്നെ കോപ്പർ കേബിളുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേബിളുകളെല്ലാം തന്നെ ഒറ്റ കമ്പികളാണ് വരുന്നത്. കണ്ടോ, കേബിൾ വരുന്നത് സാധാരണ വയറ് പോലെയല്ല, ഒറ്റ കമ്പി ആയതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ഒടിഞ്ഞു പോകാനുള്ള ചാൻസസും കൂടുതലാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്കൂടെ വെള്ളം ഇറങ്ങി, എന്തെങ്കിലും കൊത്ത് കിട്ടിയ വെള്ളം ഇറങ്ങി ഇങ്ങനെ ദ്രവിച്ചു വരുന്ന സമയത്ത് എർത്ത് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡി ബി ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഡി ബി ഹൈ ആയിട്ട് ട്രിപ്പ് ആവും. അപ്പോൾ പുറത്ത് വരുന്ന കണക്ഷൻസ് നമുക്ക് വലിയൊരു തലവേദനയായിട്ട്, അതായത് കെയിൽ ലാമ്പ് അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റ്സുകൾ, ഇതെല്ലാം തന്നെ വലിയൊരു തലവേദനയായിട്ട് വരുന്ന രീതിയിൽ ഒരിക്കലും അതിൻ്റെ ട്രിപ്പിങ് മാറാത്ത അവസ്ഥയിലേക്ക് വരും. വയറ് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ അത് മാത്രമല്ല, ന്യൂട്രൽ കട്ടായി പോകും. ഏതെങ്കിലും ഒരു ന്യൂട്രൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് യു ജി കേബിളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൊത്ത് കിട്ടാതെയും വെള്ളം ഇറങ്ങാതെയും മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കേബിളുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് യു ജി കേബിളുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.